നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒരു ഇടവേളയ്ക്ക് ശേഷം മഞ്ചേശ്വരത്ത് വീണ്ടും വെടിയൊച്ച. വട്ടിപ്പദവിൽ കടയിലേക്ക് ഇരച്ചുകയറിയ സംഘം വ്യാപാരിയെ ഭീഷണിപ്പെടുത്തുകയും വെടിയുതിർക്കുകയും ചെയ്തു. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ദേശീയ പ്രക്ഷോഭം. ഭാരതീയ മസ്ദൂർ സംഘ് കാസർഗോഡ് പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തി. സംസ്ഥാന സെക്രട്ടറി സുരേഷ് പെരിയങ്ങാനം ഉദ്ഘാടനം ചെയ്തു. ചിങ്ങപ്പുലരിയെ വരവേറ്റുകൊണ്ട് ആടിയും വേടനും ഗളിഞ്ചനും മടിയൻ കൂലോത്തെത്തി. ദേശാധിപനായ ക്ഷേത്രപാലകനെയും പരിവാരങ്ങളെയും വണങ്ങി തറവാടുകളിലും വീടുകളിലും ഗ്രാമസഞ്ചാരം നടത്തി. മഞ്ചേശ്വരം ശ്രീമദ് അനന്തേശ്വര ക്ഷേത്രത്തിൽ നാഗപഞ്ചമി ഭക്തിയുടെ നിറവിൽ നടന്നു. ആയിരക്കണക്കിന് ഭക്തർ ദർശനത്തിനായി എത്തി. തൃക്കരിപ്പൂരിൽ ഓണച്ചന്ത തുടങ്ങി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭയിൽ കർഷക ദിനാചരണവും മികച്ച കർഷകരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. കല്ലട്ര മാഹിൻ ഹാജി MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഒരു ഇടവേളയ്ക്ക് ശേഷം മഞ്ചേശ്വരത്ത് വീണ്ടും വെടിയൊച്ച മുഴങ്ങി. വട്ടിപ്പദവിൽ കടയിലേക്ക് ഇരച്ചുകയറിയ സംഘം വ്യാപാരിയെ ഭീഷണിപ്പെടുത്തുകയും വെടിയുതിർക്കുകയും ചെയ്തു. ആക്രമണത്തിൽ കടയുടമ സുഹൈബ് തല നാരിഴയ്ക്കാണ് അപായത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മഞ്ചേശ്വരം മിയാപ്പദവ് ബട്ടിപ്പദവിൽ വ്യാപാരിയെ കടയിൽ കയറി ഭീഷണിപ്പെടുത്തിയ സംഘം ആകാശത്തേക്ക് വെടിവെച്ച് കാറിൽ കടന്നുകളഞ്ഞ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ബട്ടിപ്പദവിലെ ജനറൽ സ്റ്റോഴ്സ് ഉടമയായ ഷുഹൈബ് മൊയിൻ ഷെയ്ഖ് ആണ് ഭീഷണിക്കിരയായത്. നിരവധി കേസുകളിൽ പ്രതിയായ മിയാപ്പദവ് റഹീം, ഖാദർ മദങ്കല് എന്നിവരാണ് വെടിയുതിർത്തതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിനു പിന്നിൽ കുടുംബ പ്രശ്നമാണെന്ന് സംശയിക്കുന്നു. കടയിലെത്തിയ 2 അക്രമികൾ കടയുടമയെ ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് കടയ്ക്കുള്ളിലേക്ക് വെടിയുതിർക്കുകയുമായിരുന്നു. ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ കടയുടമ ഷുഹൈബ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വിവരമറിഞ്ഞെത്തിയ മഞ്ചേശ്വരം പോലീസ് വിശദമായ പരിശോധന നടത്തുകയും പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ലഭിച്ച പ്രാഥമിക വിവരപ്രകാരം പ്രതികളിൽ ഒരാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കാപ്പ ചുമത്തപ്പെട്ട വ്യക്തിയുമാണ്. പ്രതികളെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഭാരതീയ മസ്ദൂർ സംഘ് ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാസർഗോഡ് പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. കറന്തക്കാട് നിന്നും ആരംഭിച്ച തൊഴിലാളി പ്രകടനം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ഭാരതീയ മസ്ദൂർ സംഘ് ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാസർഗോഡ് പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. കറന്തക്കാട് നിന്ന് ആരംഭിച്ച തൊഴിലാളി പ്രകടനം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. മുരളീധരൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. 2014 മുതൽ 2026 എത്തുമ്പോഴേക്കും 70 വർഷം ഭരിച്ച സർക്കാരുകൾ ചെയ്യാത്ത കാര്യം കഴിഞ്ഞ 12 വർഷം കൊണ്ട് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇവിടെ ഉണ്ടാക്കിയെടുത്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സമഗ്ര മേഖലയിലും മാറ്റങ്ങളാണ്. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ മുകളിലെ റോഡടക്കം, എയർപോർട്ടുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, എല്ലാ രംഗങ്ങളിലും അഭൂതപൂർവമായ പുരോഗതി. ഈ പുരോഗതിയുടെ ഒരു ഭാഗം ഈ രാജ്യത്തെ തൊഴിലാളികളുടെ സംഭാവനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തെ തൊഴിലാളികളുടെ അഹോരാത്രമായ അധ്വാനത്തിന്റെ ഫലമായാണ് ഈ രാജ്യം ഈ നിലയിലേക്ക് ഉയർന്നു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് വലിയ വലിയ മാറ്റങ്ങളുണ്ടായി. BMS ജില്ലാ പ്രസിഡന്റ് ഉപേന്ദ്രൻ കോട്ടക്കണി അധ്യക്ഷത വഹിച്ചു. 29 തൊഴിൽ നിയമങ്ങളെ 4 കോഡുകളായി ലേബർ കോഡ് കേന്ദ്ര സർക്കാർ നിയമമാക്കിയപ്പോൾ അതിലെ ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ്, ഒക്യുപ്പേഷൻ സേഫ്റ്റി ഹെൽത്ത് വർക്കിംഗ് കണ്ടീഷൻ കോഡിലെ തൊഴിലാളി ദ്രോഹ വ്യവസ്ഥ നീക്കം ചെയ്യുക, അംഗൻവാടി ആശാ വർക്കേഴ്സ് സ്കീം വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അവരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, ESI, EPF പരിധി വർദ്ധിപ്പിക്കുക എന്നീ 12ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രക്ഷോഭ സമരം സംഘടിപ്പിച്ചത്. BMS ജില്ലാ സെക്രട്ടറി KV ബാബു, BMS സംസ്ഥാന സമിതി അംഗങ്ങളായ VV ബാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ MK,
ടി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺറോഡ് സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ഗീതാ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. BMS ജില്ലാ ഭാരവാഹികളായ ദിനേശൻ ബംബ്രാണ, മിനി ശ്രീനിവാസൻ, സുനിൽ മുല്ലച്ചേരി, അനിൽ ബി നായർ, ഗുരുദാസ് മധൂർ, പ്രദീപ് കേളോത്ത്, ഹരീഷ് കുദ്രേപ്പാടി, ഭാസ്കരൻ പൊയ്നാച്ചി, യശ്വന്തി മീഞ്ച, മനീഷ് ലീലാകൃഷ്ണൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിൽ പ്രകടനം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി സുരേഷ് പെരിയങ്ങാനം ഉദ്ഘാടനം ചെയ്തു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഘട്ടത്തിലും ബോണസ് പരിധി ഉയർത്തി തുക അനുവദിക്കുകയും ഫെസ്റ്റിവൽ അലവൻസും അഡ്വാൻസും അനുവദിച്ച് ജീവനക്കാരെ ചേർത്തുപിടിക്കുകയും ചെയ്ത കേരള സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിവിൽ സ്റ്റേഷനിൽ പ്രകടനം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി സുരേഷ് പെരിയങ്ങാനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AT ശശി അധ്യക്ഷത വഹിച്ചു. സെറ്റോ ജില്ലാ ചെയർമാൻ ലോകേഷ് MP ആചാർ, ജില്ലാ സെക്രട്ടറി VTP രാജേഷ്, ജില്ലാ ട്രഷറർ VM രാജേഷ്, നേതാക്കളായ ഗിരീഷ് ആനപ്പെട്ടി, പ്രവീൺ വരയിലം, രതി വയലപ്രം, ജഗദീശൻ നായർ, നവനീത് കൃഷ്ണൻ, ഹരീഷ് കൊടക്കാട്, റിജിത്ത് ഹോസ്ദുർഗ്, ഷജിൽ പിണറായി, ഗിരിജ മാപ്പിടിച്ചേരി, ബാലകൃഷ്ണൻ പെരിയങ്ങാനം, കുശലൻ കുറുന്തൂർ, പ്രതീഷ് ബാബു കളനാട്, സഫീന എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കർക്കടകത്തിലെ മാരിയെ അകറ്റി ചിങ്ങപ്പുലരിയെ വരവേറ്റുകൊണ്ട് ആടിയും വേടനും ഗളിഞ്ചനും മടിയൻകൂലോത്തെത്തി. ദേശാധിപനായ ക്ഷേത്രപാലകനെയും പരിവാരങ്ങളെയും വണങ്ങി തറവാടുകളിലും വീടുകളിലും ഗ്രാമസഞ്ചാരം നടത്തി. ഐശ്വര്യത്തിന്റെ പൊന്നിൻ ചിങ്ങം പിറന്നു. ആദിയും വ്യാധിയും അകറ്റാൻ മണ്ണിലിറങ്ങിയ കർക്കിടകത്തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാനാണ് കർക്കിടകത്തെയ്യങ്ങൾ വീടുകളിലെത്താറുള്ളത്. അള്ളട സ്വരൂപത്തിന്റെ ആസ്ഥാനമായ മടിയൻകുലം ക്ഷേത്രപാലകനീശ്വര ക്ഷേത്രത്ത് ആടിമാസത്തെയ്യങ്ങൾ സംഗമിച്ച് ക്ഷേത്രനടയിൽ ആടിയ ശേഷമാണ് തറവാടുകളിലേക്കും വീടുകളിലേക്കും പുറപ്പെടുന്നത്. ആടി, വേടൻ, ഗളിഞ്ചൻ എന്നീ കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരത്തിനാണ് സമാപനം കുറിച്ചത്. സാധാരണ തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെയ്യങ്ങൾ കെട്ടുന്നത് ചെറിയ കുട്ടികളാണ്. ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിനു പകരം ഈ കുട്ടിത്തെയ്യങ്ങൾ ഓരോ വീടുകളും കയറിയിറങ്ങും. പാർവതിയും പരമേശ്വരനുമാണ് കുട്ടിത്തെയ്യങ്ങളുടെ അടിസ്ഥാനം. ആടിയെന്ന പാർവതീവേഷം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലെ കുട്ടികളും വേടൻ എന്ന ശിവവേഷം കെട്ടുന്നത് മലയൻ സമുദായത്തിലെ കുട്ടികളുമാണ്. നൽക്കത്തായ സമുദായത്തിലെ കുട്ടികൾ ഗളിഞ്ചൻ തെയ്യം കെട്ടിയാടുന്നു. തറവാടുകളിലും വീടുകളിലും ഭക്തജനങ്ങൾ മഞ്ഞൾ, ചുണ്ണാമ്പ്, ഭസ്മം എന്നിവ കൊണ്ട് തയ്യാറാക്കിയ ഗുരുശിയൊഴിഞ്ഞാണ് കുട്ടിത്തെയ്യങ്ങളെ വരവേൽക്കാറ്. മടിയൻകുലം പരിധിയിലെ ക്ഷേത്രങ്ങളിലും തറവാടുകളിലും ആടിയ തെയ്യങ്ങൾ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്ര പരിധിയിലും ആടിയ ശേഷം കർക്കിടകത്തിലെ മാരിയകറ്റി കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരത്തിന് സമാപനം കുറിച്ചു. ഇനി അടുത്ത വർഷത്തെ കർക്കിടക മാസത്തിൽ തിരികെ എത്താമെന്ന് പറയാതെ പറഞ്ഞ് ഉപചാരം ചൊല്ലി ഗ്രാമവീഥികളിൽ നിന്ന് അരങ്ങൊഴിഞ്ഞു. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം ശ്രീമദ് അനന്തേശ്വര ക്ഷേത്രത്തിൽ ശ്രാവണ മാസത്തിലെ ആദ്യ ഉത്സവമായ നാഗപഞ്ചമി ഭക്തിയുടെ നിറവിൽ നടന്നു. ആയിരക്കണക്കിന് ഭക്തരാണ് നാഗദേവനെയും അനന്തേശ്വരനെയും ദർശിക്കുവാനായി എത്തിയത്. തുളുനാട്ടിലെ പ്രശസ്തവും പവിത്രവുമായ നാഗക്ഷേത്രങ്ങളിലൊന്നായ ചരിത്രപ്രസിദ്ധമായ മഞ്ചേശ്വരം ശ്രീമദ് അനന്തേശ്വര ക്ഷേത്രത്തിൽ കർക്കടക ശ്രാവണ മാസത്തിലെ ആദ്യ ഉത്സവമായ നാഗപഞ്ചമി ഭക്തിയുടെ നിറവിൽ നടന്നു. 18 ദേശങ്ങളിലെ പ്രധാന ദേവാലയമെന്ന ഖ്യാതിയുള്ള ഇവിടെ ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമിയുടെ ഈ പവിത്ര ദിനത്തിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു.
രാവിലെ മുതൽ ആയിരക്കണക്കിന് ഭക്തരാണ് നാഗദേവനെയും ശേഷസഹിതനായ അനന്തേശ്വരനെയും ദർശിക്കാൻ എത്തിയത്. നാഗദേവനും മൂലരൂപനായ അനന്തേശ്വരനും പാൽ അഭിഷേകവും പഞ്ചാമൃതാഭിഷേകവും നടത്തി. നാഗത്തറയിൽ പാലും ഇളനീരും അഭിഷേകം ചെയ്തുകൊണ്ട് പ്രത്യേക പൂജകളും കർമ്മങ്ങളും നടന്നു. പൂജകൾക്ക് ശേഷം നാഗവിഗ്രഹങ്ങൾ വിവിധ തരം പൂക്കൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ഈ ചടങ്ങുകളിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്ത് നാഗരാജാവിന്റെ അനുഗ്രഹം തേടി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള സർക്കാർ കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ ഓണച്ചന്ത തുടങ്ങി. സഹകരണ ഓണം വിപണി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. അരിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെ 13 ഇനം സാധനങ്ങളാണ് സർക്കാർ സബ്സിഡിയോടെ ഓണച്ചന്തയിലൂടെ വിതരണം ചെയ്യുന്നത്. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് കെട്ടിടത്തിൽ സഹകരണ ഓണം വിപണിയുടെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. മറ്റ് ഭാരവാഹികളെ പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരന് വളരെയേറെ ഉപകാരപ്രദമാകുന്ന ആവശ്യ സാധനങ്ങൾ വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു വിപണന മേളയാണ് ഇന്നിവിടെ ബാങ്ക് നടത്തിക്കൊണ്ടുവരുന്നത്. ഏറെ അഭിമാനം തന്നെയാണ്. ഓരോ ജനതക്കും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാനും മറ്റും ചെയ്യുന്നതിന് വേണ്ടി വളരെ വിലക്കുറവ്, ഇന്നിപ്പം വിലക്കുറവിലാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. നമുക്കറിയാം, നമുക്കൊരു കടയിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ ഇരട്ടി ക്യാഷ് കൊടുത്തുകൊണ്ടാണ് ഓരോ സാധനങ്ങളും നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. അതിനെല്ലാം ഉപരിയായി നമ്മൾക്ക് ഇങ്ങനെ ഒരു വിപണന മേള ഇവിടെ നടത്തുന്നത് ഏറെ ആശ്വാസകരമാണ്. ഇപ്പോൾ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനാണ്. ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി രവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം മനു, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു, ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി അജിത, മാനേജിംഗ് ഡയറക്ടർ സി സേതുമാധവൻ, അസിസ്റ്റന്റ് സെക്രട്ടറി കെ രാജീവൻ, ബാങ്ക് ഡയറക്ടർമാരായ എൽ കെ യൂസഫ്, വി പി അബ്ദുൾ അസീസ്, വി വി വിജയൻ, പി സുബ്രഹ്മണ്യൻ, വി വി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് നഗരസഭയിൽ കർഷക ദിനാചരണവും മികച്ച കർഷകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. കല്ലട്ര മാഹിൻ ഹാജി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും കർഷകരെ ആദരിക്കുകയും ചെയ്തു. ചിങ്ങം 1-ന്റെ ഭാഗമായി കാസർഗോഡ് നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും മികച്ച കർഷകരെ ആദരിക്കൽ ചടങ്ങും വിപുലമായ പരിപാടികളോടെ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വച്ച് നടന്നു. കല്ലട്ര മാഹിൻ ഹാജി MLA ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും കർഷകരെ ആദരിക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ നിന്നായത് നമ്മുടെ നാട്ടിൽ അതിന് ഏറ്റവും അനുയോജ്യമായ നാടാണ് ഏറ്റവും വടക്കൂറുള്ള മണ്ണും അതിനനുസൃതമായ കാലാവസ്ഥയുള്ള ഒരു രാജ്യമാണ്, ഒരു നാടാണ് കേരളം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രകൃതിയുടെ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് പക്ഷേ കനത്ത മഴയും വരൾച്ചയും ഉണ്ടാകുമെങ്കിലും ഈ കാലഘട്ടത്തിൽ മിതമായ രീതിയിലും ചിലപ്പോൾ കുറഞ്ഞ രീതിയിലും കൂടിയ രീതിയിലും മഴകൾ വന്നെത്തുകയും വെള്ളം കയറുകയും ചെയ്യുന്ന പല സംവിധാനങ്ങൾ കൃഷിക്കായി വീരപ്പൊഴുക്കുന്ന അബൂബക്കർ മുഹമ്മദ് പെട്രോൾ പമ്പിലെ തിരക്കിട്ട ജോലിയിലെയും മണ്ണിനെ സ്നേഹിക്കാൻ സമയം കണ്ടെത്തിയ ഒരു കർമ്മയോഗി. കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൈമുതലാക്കി സ്വന്തം കാലിൽ നിന്ന് വിജയം കൊയ്യുന്ന പ്രിയ വനിതാ കർഷക. അവസാനിപ്പിച്ച് സ്വന്തം മണ്ണിലേക്ക് തന്നെ മടങ്ങിയെത്തിയ പ്രിയ കർഷകൻ കാസർഗോഡ് നെല്ലിക്കുന്ന് സ്വദേശി കാസർഗോഡ് ബദിര സ്വദേശിയായ സൈദുദ്ദീൻ പട്ടിലോടൊപ്പം പ്രായം
58 വയസ്സ്. പാരമ്പര്യമായി നെൽകർഷകനായിരുന്ന അദ്ദേഹം വർഷങ്ങളായി ഒത്തൊരുമയോടെ കൃഷി വിജയക്കൊടി പാലിച്ച ഇവർ പുതിയ കാലത്തിന് മാതൃകയാക്കാവുന്ന ഒട്ടനവധി ആധുനിക കൃഷിരീതികളാണ് ഏവർക്കും അഭിമാനമാണ്. നിറഞ്ഞ കയ്യടികളോടെ ഈ ആദരവ് ഏറ്റുവാങ്ങാൻ പച്ചക്കറിയിലെ പ്രിയ കർഷക കൂട്ടായ്മയെ സ്നേഹപൂർവ്വം ഈ നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് കൃഷിഭവൻ കൃഷി ഫീൽഡ് ഓഫീസർ ശിവപ്രസാദ് KV പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KM ഹനീഫ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹമീദ് ബെദിര, മെഹറുന്നിസ ഹമീദ്, ജാഫർ കമാൽ, വിദ്യശ്രീ NR, വാർഡ് കൗൺസിലർ മധുകര, നഗരസഭാ കൗൺസിലർമാരായ ശാരദ, അനിൽ ചെന്നിക്കര, ജില്ലാ കാർഷിക വികസന സമിതി അംഗം CA അബ്ദുള്ള കുഞ്ഞി, നഗരസഭാ സെക്രട്ടറി ഷാജു PB എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീന മുജീബ് സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ജയചന്ദ്രൻ K കൃതജ്ഞതയും പറഞ്ഞു. നാടിന്റെ അന്നദാതാക്കളായ വിവിധ മേഖലകളിലെ പ്രഗത്ഭരായ കർഷകരെയും കർഷക തൊഴിലാളികളെയും ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കൃഷിരംഗത്തെ മികവിന് മുതിർന്ന കർഷകൻ കൃഷ്ണനായിക് A ഗോളിത്തടി, വനിതാ കർഷക സ്വർണകുമാരി CK ജേർണലിസ്റ്റ് നഗർ, സമ്മിശ്ര കർഷകൻ അബൂബക്കർ M കൊല്ലമ്മ, നെൽകർഷകൻ ഹരീന്ദ്രകുമാർ A ഗോളിത്തടി, SSC കർഷക സുമതി നിലക്കള, കർഷക തൊഴിലാളി അനിൽ A കുതൂർ, സംയോജിത കർഷകൻ അബ്ദുൾ റഷീദ് ബങ്കരക്കുന്ന്, വിദ്യാർത്ഥി കർഷക അനുഷ A നിലക്കള, തെങ്ങ് കവുങ്ങ് കർഷകൻ സൈനുദ്ദീൻ BA പട്ടിലവളപ്പ് എന്നിവരെയാണ് ആദരിച്ചത്. കാർഷിക രംഗത്തെ മികവിന് കൃഷി ഗ്രൂപ്പായ പച്ചക്കാട് പച്ചക്കറി കൃഷി ഗ്രൂപ്പിനെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൂപറിക്കാൻ പോരുമോ വ്യത്യസ്ത പ്രചരണം പരിപാടിയുമായി DYFI അഡോട്ട് യൂണിറ്റ് അഡോട്ടോണം 2K26 ഓണാഘോഷത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് വ്യത്യസ്തമായ ഈ പരിപാടി സംഘടിപ്പിച്ചത്. പൂവേണം പൂപ്പട വേണം പൂവിളി വേണം പൂണാരം ചാർത്തിയ കന്നി പൂമക വീണം കുന്നത്തെ കാവിൽ നിന്നും തേവരതാഴി എഴുന്നള്ളുന്നി ഓലോലം മഞ്ചൽ മൂളിപ്പോരുന്നുണ്ടേ. കുട്ടിക്കാലത്തെ ഓണക്കാലം ഓർമ്മയില്ലേ? തൊടികളും പറമ്പുകളും താണ്ടി കൂട്ടുകാരോടൊപ്പം പൂപറിക്കാൻ നടന്ന ആ മനോഹര നിമിഷങ്ങളെ, ആ പഴയകാല ഓർമ്മകളെ ഒന്ന് പുനഃസൃഷ്ടിച്ച് DYFI അഡോട്ട് യൂണിറ്റ് അഡോട്ടോണം 2K26 ഓണാഘോഷത്തിന്റെ പ്രചരണത്തിനാണ് വ്യത്യസ്തമായ പരിപാടി നടത്തിയത്. പ്രദേശത്തെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 35ഓളം ആളുകൾ കൂടി ചേർന്ന് നാട്ടിലെ തൊടികളിലും പറമ്പുകളിലുമെത്തി നാടൻ പൂക്കൾ ശേഖരിച്ചുകൊണ്ടാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത്. കുട്ടികളും അമ്മമാരും യുവാക്കളും പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തു. അമ്മമാരെങ്ങനെയാണ് പൂർവ്വകാലത്ത് പൂക്കൾ പറിക്കുന്നതും പൂക്കളമൊരുക്കുന്നതുമെന്ന് കുട്ടികൾക്ക് വിശദീകരിച്ചു. അടുത്ത ദിവസങ്ങളിൽ ശേഖരിച്ച പൂക്കൾ ഉപയോഗിച്ചായിരിക്കും അഡോട്ട വീടുകളിൽ പൂക്കളമൊരുക്കുന്നത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉൾപ്പെടെ നിരവധി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ പ്രചരണത്തിന്റെ ഭാഗമായി. സംഘാടക സമിതി ഭാരവാഹികളായ KP അജയൻ, KV കൃഷ്ണകുമാർ, K സജിത് കുമാർ, P അഭിലാഷ്, C സുജേഷ്, K രജിത, KV ഉഷിത, നിഖിൽ പ്രസാദ്, K ജയൻ, K ജിതിൻ, സജീഷ് കുമാർ P, അജയൻ M, പ്രവീൺ മഹേഷ് അഡോട്ട് എന്നിവർ നേതൃത്വം നൽകി. അഡോട്ട് യൂണിറ്റിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഓണാഘോഷം നല്ല രീതിയിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി നല്ലൊരു സംഘാടക സമിതി തന്നെ രൂപീകരിച്ചുകൊണ്ട് അതിൽ പുതുമയാർന്ന ആശയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ കമ്മിറ്റി നിലയിൽ നല്ല ആശയം കൊണ്ടുവന്നു. നമുക്ക് പഴയ കാലത്തുള്ള ഒരു ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി പൂക്കൾ പറിച്ചും വയലുകളിലെ പൂക്കൾ പറിച്ചും തുമ്പപ്പൂ അതുപോലുള്ള ചെക്കിപ്പൂ അങ്ങനെയുള്ള പൂക്കൾ പറിച്ച് ശേഖരിച്ചു കൊണ്ടുള്ള പുതിയ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ കുട്ടികളടക്കം പഴയ കാലങ്ങളിൽ പുതിയ കുട്ടികൾക്ക് ഇതൊന്നും അറിയാത്തൊരു സ്ഥിതി വിശേഷമാണ് ഉള്ളത്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നല്ലൊരു ആശയം നമുക്ക് DYFIക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുമ്പള ഗ്രാമപഞ്ചായത്തിന്റെയും കുമ്പള കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. കുമ്പള സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് AK അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു.
കുമ്പള ഗ്രാമപഞ്ചായത്തിന്റെയും കുമ്പള കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം വേറിട്ട അനുഭവമായി മാറി. കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൃഷി ഓഫീസർ നാണുക്കുട്ടൻ സ്വാഗതം പറഞ്ഞു. കുമ്പള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൽക്കീസ്, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം അസീസ് കളത്തൂർ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കാർലെ, കുമ്പള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് MP, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഇനാസ് കൊഹിനൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പൃഥ്വിരാജ് ജഗന്നാഥ് ഷെട്ടി, കുമ്പള പഞ്ചായത്ത് അംഗം മഞ്ജുനാഥ് ആൽവ, കൗസീർ GM തുടങ്ങിയവർ സംസാരിച്ചു. ഈ വർഷം മികച്ച കർഷകരായി ആദരിക്കപ്പെട്ടവർ പാലക്ഷ ഷെട്ടി കിദൂർ, ദേവകി ആരിക്കാടി, അബ്ദുള്ള ഇച്ചിലമ്പാടി, സുബയ്യ റൈ മദ്വ, അബൂബക്കർ ബംബ്രാണ ബയൽ, നാരായണ പാട്ടാളി സൂരംബയൽ, ചനിയ കോട്ടക്കാർ, മാസ്റ്റർ ദക്ഷിത് M ബംബ്രാണ എന്നിവരാണ്. തുടർന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ ഷിംന ചന്ദ്ര ക്ലാസ് എടുത്തു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീഹരി വള്ളിയാടൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുമ്പള. ചിങ്ങം 1 കർഷക ദിനം പ്രമാണിച്ച് ബിന്ദു ജ്വല്ലറിയിൽ കർഷകരെ ആദരിക്കൽ ചടങ്ങ് നടത്തി. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ചിങ്ങം 1 കർഷക ദിനം പ്രമാണിച്ച് ബിന്ദു ജ്വല്ലറിയിൽ കർഷകരെ ആദരിക്കൽ ചടങ്ങ് വിപുലമായി നടത്തി. മാനേജിംഗ് ഡയറക്ടർ അഭിലാഷ് KV അധ്യക്ഷത വഹിച്ചു. കർഷകരായ പുരുഷോത്തമൻ KT, രാധ, അരുൺകുമാർ, നാഗരാജ ഷെട്ടി, നാരായണ ഷെട്ടി, രവീന്ദ്രൻ C, സുധീഷ് കളത്തിങ്കാൽ എന്നിവരെ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു. ചടങ്ങിൽ ബ്രാഞ്ച് മാനേജർ രതീഷ് M സ്വാഗതവും ഡയറക്ടർ ഡോക്ടർ അജിതേഷ് KV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പടന്ന ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചിങ്ങം 1 കർഷക ദിനം കിനാത്തിൽ സാംസ്കാരിക സമിതി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്തിലെ 2 മികച്ച കർഷക വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 8 കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചിങ്ങം 1 കർഷക ദിനം കിനാത്തിൽ സാംസ്കാരിക സമിതി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ വെച്ച് നടന്നു. ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര വനിതാ കർഷക വർഷത്തിൽ നടക്കുന്ന ഈ വർഷത്തെ കർഷക ദിനം പരിപാടി നാരായണി M, നാരായണി K, പത്മാവതി KV, സരോജിനി AV, ചന്ദ്രമതി KV എന്നിവരുടെ നാട്ടിപ്പാട്ടോടുകൂടിയാണ് ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ 2 മികച്ച കർഷക വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 8 കർഷകരെ ആദരിച്ചു. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം തരം വിദ്യാർത്ഥി P അഭയ്ദാസ്, പടന്ന തെക്കേക്കാട് ALP സ്കൂളിലെ 4ാം തരം വിദ്യാർത്ഥിനി TV രേവതി, മികച്ച കർഷകരായ കുഞ്ഞിരാമൻ P തടിയൻകോവൽ, രാജീവൻ OK ഓരി, കുഞ്ഞിമൊയ്തീൻ കുട്ടി PK തെക്കേക്കാട്, റുഖിയ VK ഓരിമുക്ക്, കുഞ്ഞമ്പു M മാച്ചിക്കാട്, കാർത്യായനി PV ഉദിനൂർ എന്നിവരെയാണ് ആദരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് PP സുധാകരൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ വിവിധ കാർഷിക പദ്ധതികൾ വിശദീകരിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ K പൂമണി, പടന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ P കൈരളി, K അസിനാർ കുഞ്ഞി, PV അശ്വതി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK അഷ്റഫ്, പടന്ന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P സുനിത, PK താജുദ്ദീൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ C കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, VV അനിൽകുമാർ, K കുഞ്ഞബ്ദുള്ള, KV ഗോപാലൻ, പടന്ന ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ PV ഭാസ്കരൻ മാസ്റ്റർ, പടന്ന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് SC സുബൈർ, ഉദിനൂർ കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ ജിതിൻ, CDS ചെയർപേഴ്സൺ M രതി, KV ദാമോദരൻ, K കൃഷ്ണൻ, KP കുഞ്ഞമ്പു, കൃഷി അസിസ്റ്റന്റ് PP കപിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു ഇടവേളയ്ക്ക് ശേഷം മഞ്ചേശ്വരത്ത് വീണ്ടും വെടിയൊച്ച. ഭട്ടിപ്പദവിൽ കടയിലേക്ക് ഇരച്ചുകയറിയ സംഘം വ്യാപാരിയെ ഭീഷണിപ്പെടുത്തുകയും വെടിയുതിർക്കുകയും ചെയ്തു. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ദേശീയ പ്രക്ഷോഭം. ഭാരതീയ മസ്ദൂർ സംഘ് കാസർകോട്ട് പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തി. സംസ്ഥാന സെക്രട്ടറി സുരേഷ് പെരിയങ്ങാനം ഉദ്ഘാടനം ചെയ്തു.
ചിങ്ങപ്പുലരിയെ വരവേറ്റുകൊണ്ട് ആടിയും വേടനും ഗളിഞ്ചനും മടിയൻ കൂലോത്തെത്തി. ദേശാധിപനായ ക്ഷേത്രപാലകനെയും പരിവാരങ്ങളെയും വണങ്ങി തറവാടുകളിലും വീടുകളിലും ഗ്രാമസഞ്ചാരം നടത്തി. മഞ്ചേശ്വരം ശ്രീമദ് അനന്തേശ്വര ക്ഷേത്രത്തിൽ നാഗപഞ്ചമി ഭക്തിയുടെ നിറവിൽ നടന്നു. ആയിരക്കണക്കിന് ഭക്തർ ദർശനത്തിനായി എത്തി. തൃക്കരിപ്പൂരിൽ ഓണച്ചന്ത തുടങ്ങി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭയിൽ കർഷക ദിനാചരണവും മികച്ച കർഷകരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. കല്ലട്ര മാഹിൻ ഹാജി MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.